നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചന്ദൻപൂർ പിന്നെ ലഖൻപൂർ ഗ്രാമത്തിലേക്ക്. ഇവിടെ ഓരോരോ വർഷവും ഒരു പാരമ്പര്യം നടക്കുന്നു. അതായത് ഈ ഗ്രാമത്തിന്റെ കുലദേവതയുടെ പൂജ. പക്ഷേ അതിലും വലിയ പാരമ്പര്യം എന്താണെന്നോ? ആ കുലദൈവത്തിന്റെ പ്രസാദമായ ലഡ്ഡു. അത് എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം പ്രശസ്തിയാർജിക്കും ആ ഗ്രാമം. മാത്രമല്ല കുലദൈവത്തിന്റെ ആശീർവാദവും കിട്ടും. പിന്നെ ഏത് ഗ്രാമത്തിന്റെ ലഡ്ഡു ആണോ ചെറുത്, അവർ വലിയ ലഡ്ഡു ഉണ്ടാക്കുന്ന ഗ്രാമത്തിന് സ്വന്തം ഗ്രാമത്തിൽ നിന്ന് വിരുന്നും മാത്രമല്ല ആ വർഷം മുഴുവൻ അവർ പറയുന്നത് കേൾക്കുകയും വേണം. ഇപ്പോൾ നമുക്ക് ചന്ദൻപൂർ ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോകാം. ദേ നോക്ക്, ചായ ഇടാൻ നീ എന്താ ആകാശത്തോട്ട് പോയിട്ടുണ്ടോ? 1 മണിക്കൂറായിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ്. വൈകുന്നേരം ആവുന്നുള്ളിൽ നിനക്ക് ചായ തരാൻ പറ്റുമോ? മതി മതി, വെറുതെ ശബ്ദം ഉണ്ടാക്കണ്ട. രാവിലെ മുതൽ 5-6 ചായയായി നിങ്ങൾക്ക് തരുന്നു. നിങ്ങളിപ്പോ പഞ്ചായത്തിലേക്ക് പോകുന്നോ ഇല്ലെങ്കിൽ നാളെ മുഴുവൻ എന്റെ അടുത്തുനിന്ന് ചായ വാങ്ങി വാങ്ങി കുടിക്കാൻ പോകുന്നോ? എന്താ ഉദ്ദേശം? ശരി ശരി, നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഗ്രാമത്തിലെ ഇന്നും വലിയ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യവും നമ്മുടെ ലഡ്ഡു ചെറുതായി പോയാലേ മൊത്തം ലഖൻപൂർ ഗ്രാമം നമ്മൾ തന്നെ ചുമന്നുകൊണ്ടിരിക്കണം. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടില്ല. പിന്നെ മൊത്തം വർഷമായിട്ട് നമ്മൾ മിണ്ടാതിരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ വർഷവും ഞാൻ ചുമന്ന് എനിക്ക് നന്നായിട്ട് പുറം വേദനിക്കുന്നുണ്ട്. ഇനിയുള്ള വർഷത്തേക്ക് എനിക്ക് ആ വേദന എന്നെ കൊണ്ട് ചുമക്കാനേ പറ്റില്ല. ശരി, അപ്പൊ പെട്ടെന്ന് തന്നെ പോയി ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതല്ലേ? ആദ്യം തന്നെ പോയി നന്നായിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരാളെ കാണ്. അവൻ ഏറ്റവും വലിയ ലഡ്ഡു ഉണ്ടാക്കട്ടെ. ഇപ്പൊ പോയി കണ്ടാലേ അറിയുള്ളൂ. ശരി, ഞാൻ പോയി പഞ്ചായത്ത് പോയിട്ട് വരാം. വൈകുന്നേരം നിന്റെ അടുത്ത് ചായ കുടിക്കുമ്പോൾ ഞാൻ വന്നേക്കാം. എന്താ? അപ്പൊ പഞ്ചായത്തെല്ലാം വിട്ട് നല്ലൊരു ചായക്കട തുടങ്ങ്. അവിടെ നിങ്ങൾ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കേ. ഇവിടെ നോക്കും മുതലാളി, ഈ പ്രാവശ്യം ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടി ആ ഗൺചക്കനെയും പിന്നെ ഫക്കീർ ചക്കനെയും നിങ്ങൾ വിളിക്കണ്ട. അവര് പാചകം ഉണ്ടാക്കുന്നവരല്ല, ഇസ്തിരി ഉണ്ടാക്കുന്നവരാണ്. അവരെ കൊണ്ടാണ് നമ്മൾ ഈ 1 വർഷമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഈ പ്രാവശ്യം ഒരു ചങ് സമയൽക്കാരൻ കൊണ്ടാണ് ചന്ദൻപൂർ ഗ്രാമത്തിന് ലഡ്ഡു ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ആ പാചകക്കാരനെ കണ്ടുപിടിക്കുന്ന പൊറുപ്പ് നിന്റേത് മാത്രമാണ്. നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. മൊത്തം നഗരത്തിൽ ഞാൻ തേടിയിട്ട് ഒരു അത്ഭുതമായുള്ള പാചകക്കാരനെ ഞാൻ കൊണ്ടുവന്നേക്കാം. ഞാൻ ഇന്ന് തന്നെ നഗരത്തിലേക്ക് പോവാം. വരുമ്പോൾ ഞാൻ എന്തായാലും പാചകക്കാരനെ കൊണ്ടുവന്നേക്കാം. ഇവിടെ നോക്കുമോളെ. ശരി, നീ എവിടെയാ ഉള്ളത്? വേഗം ഒരു ചായ ഇട്ടിട്ട് കൊണ്ടുവാ. നീ എന്താ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? പറയുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ? അതെ, ഉറങ്ങിയിട്ട് തന്നെയാ ഉള്ളത്. എനിക്കെന്താ 4-5 പണിക്കാരുണ്ടല്ലോ എന്നെ സഹായിക്കാൻ. ഞാൻ എപ്പോഴും വിശ്രമിച്ചോണ്ടിരിക്കുകയാണല്ലോ. സ്വീറ്റ്സ് ഉണ്ടാക്കുന്നവനെ കിട്ടിയോ? ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി ഇതേപോലെ ടീ കുടിച്ചോണ്ടിരുന്നോ? എന്താ? ഷടാ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പോയി നല്ല ചൂടുള്ള ഒരു ചായ എടുത്തിട്ട് വാ. ദിവസം മുഴുവൻ ചായ കുടിച്ചുകൊണ്ടിരുന്നോളൂ. ഈ തവണയിൽ ലഖൻപൂർകാരോട് നമ്മൾ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കറിയാം? നിർത്ത്. എപ്പം നോക്കിയാലും തെറ്റായിട്ട് സംസാരിക്കുന്നു നീ. പോയി ആദ്യം ഒരു നല്ല ചായ ഉണ്ടാക്കിട്ട് വാ. ഞാൻ പറയുന്നതിൽ തെറ്റൊന്നുമല്ല, ശരി തന്നെയാ പറയുന്നത്. ഈ പ്രാവശ്യം കൂടി നമ്മൾ ജയിച്ചില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ മൂക്കരിയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ലഖൻപൂർ ഗ്രാമത്തെ പറ്റി സംസാരിക്കാം. വർഷാവർഷം അവര് വിജയിക്കും. സൗജന്യമായി വിരുന്ന്, പിന്നെ മറ്റുള്ളവരെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ജീവിതം, ഇതവർക്ക് ശീലമായി. ഇവിടെ നോക്കു മക്കളെ, ഈ പ്രാവശ്യം ദൈവത്തിനുണ്ടാക്കാനുള്ള ലഡ്ഡു എല്ലാത്തിനെക്കാട്ടും വലുതായിട്ടും ഉണ്ടാവണം. ശ്രദ്ധയോടെ നിൽക്കൂ. എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഈ പ്രാവശ്യവും ചന്ദൻപൂർ ഗ്രാമത്തിൻ്റെതാണ് ഏറ്റവും സംസാരിക്കേണ്ടത്. എല്ലാ പ്രാവശ്യം എല്ലാവരും ഇങ്ങോട്ട് വന്ന് സേവ ചെയ്യുന്നത് അവരവരുടെ കട്ടായത്ത് കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊന്ന് കേട്ടിട്ടുണ്ട്, ഈ പ്രാവശ്യം ചന്ദൻപൂർ ജയിക്കാൻ വേണ്ടി ജീവൻ വരെ നൽകാൻ നീ തയ്യാറായിരുന്നുണ്ട്. ശരി മുതലാളി, ഈ പ്രാവശ്യം ലഡ്ഡു എത്ര വലുപ്പമായിട്ടുണ്ടാവും? ചന്ദൻപൂർ ഗ്രാമത്തിനെക്കാട്ടും വലുതാണ്. എത്ര വലുതെന്ന് വെച്ചാൽ നമ്മുടെ മൊത്ത ഗ്രാമവും അറിഞ്ഞുപോയി നിൽക്കോ. വേഗം തന്നെ എല്ലാരും ജോലി തുടങ്ങിക്കോളൂ. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചോളൂ, ചന്ദൻപൂർ ഗ്രാമം എത്ര വലിയ ലഡ്ഡു ആണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങളൊന്നും പേടിക്കേ വേണ്ട. ഞാൻ എല്ലാ ആൾക്കാരും ആ ഗ്രാമത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് തീർച്ചയായിട്ടും ഈ പോട്ടിയിൽ ജയിക്കാനേ പറ്റില്ല. 2 ഗ്രാമങ്ങളും പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അതായത് എല്ലാവരേക്കാളും വലിയ ലഡ്ഡു ഉണ്ടാക്കാനുള്ള ജോലി. നന്ദു നഗരത്തിലെ ഏറ്റവും വലിയ ലഡ്ഡു ഉണ്ടാക്കുന്ന ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ലഡ്ഡു ചെയ്യണം.
പറയൂ, നിങ്ങൾക്ക് എത്ര കിലോ ലഡുവാണ് ചെയ്യേണ്ടത്? കിലോ കണക്കിലല്ല, അതിനെക്കാട്ടും വലിയ ലഡുവാണ്. ആ ശരി, എത്ര അടിയിലാണ് ചെയ്യേണ്ടത്? അടി കണക്കിലൊന്നല്ല, ഒരു വലിയ നാടിന്റെ സൈസിലാണ് ചെയ്യേണ്ടത്. ഇന്നും 200 വർഷത്തിന് ആ മൊത്തം ലഡു ആണോ നിങ്ങളെ ഗ്രാമ ആൾക്കാർ കഴിക്കാൻ പോകുന്നത്? ഇത്രയും വലിയ ലഡു ചോദിക്കുന്നു. ചന്ദൻപൂർ ലഖൻപൂർ ഗ്രാമത്തില് വലിയൊരു ഉത്സവം നടക്കാൻ പോവുകയാണ്. ഏത് ഗ്രാമത്തിന്റെ ലഡു വലുതായിട്ടുണ്ടോ അവർക്കാണ് അനുഗ്രഹം കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഗ്രാമത്തിലേക്ക് വന്നേ പറ്റുള്ളൂ, നമുക്ക് സമയമേ ഇല്ല. ശരി ശരി, വരൂ, നമുക്ക് പോയേക്കാം. ശരി, ഇത്രയും വലിയ ലഡു ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ശർക്കരയും നെയ്യും ആവശ്യം നിങ്ങൾക്ക് അറിയാമോ? അതൊക്കെ നിങ്ങളുടെ ഗ്രാമത്തിലുണ്ടോ ചേട്ടാ? നിങ്ങൾക്ക് എല്ലാം കിട്ടിയേക്കും, പക്ഷെ ലഡു മാത്രം ഭയങ്കര വലുതായിട്ട് ഉണ്ടാവണം. ചജുവും നന്ദുവും ചന്ദൻപൂർ ഗ്രാമത്തിലേക്ക് വരികയാണ്. അവർ രണ്ടുപേരും നേരെ ഗ്രാമത്തലവന്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ വെച്ചാൽ നീ എല്ലാ കാര്യവും നന്ദുവിനടുത്ത് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. നിങ്ങൾ വളരെ വലിയ ഒരു ലഡുവാണ് ഉണ്ടാക്കേണ്ടത്. അതൊരു പ്രശ്നമേ ഇല്ല. അപ്പോഴാണ് ഏതോ ഒരാൾ മുതലാളി മുതലാളി എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി വന്നത്. എടാ ഡോലു, എന്താണ് പ്രശ്നം? എന്തിനാ നീ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിട്ട് വരുന്നത്? മുതലാളി, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നമുക്ക് ലഖൻപൂരിനെക്കാട്ടും വലിയ ലഡു ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. എന്തായിരുന്നു കാരണം? അവര് കുത്തബ് മിനാറിനെക്കാട്ടും വലിയ ലഡു ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോഴാണ് ലഖൻപൂരിന്റെ മുതലാളി സംസാരിക്കുന്നത് കേട്ടിട്ട് വന്നിരിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, നമ്മൾ ആകാശത്തിനെക്കാട്ടും വലിയൊരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറെ സമയം ആവശ്യമല്ലേ? ഇന്ന് തൊട്ട് നെയ്യും ചക്കരയും എല്ലാവരുടെ അടുത്ത് നമ്മൾ വാങ്ങിച്ചേ പറ്റുള്ളൂ. രണ്ട് ഗ്രാമത്തിലെ ജനങ്ങളും എല്ലാവരേക്കാളും വലിയ ലഡു ഉണ്ടാക്കണമെന്ന തീരുമാനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. മുതലാളി, ഈ ലഡു ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാ പൊട്ടിപ്പോകുന്നത് അറിയാനേ പറ്റുന്നില്ല. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് കുത്തബ് മിനാർ അളവിൽ ലഡു ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? പാതി ഗ്രാമത്തിലുള്ള ശർക്കര നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് എന്താ മരത്തിലെ ഒരു കുത്തബ് മിനാർ ഉണ്ടാക്കിയാൽ എന്താ? പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് ലഡുവിന്റെ ബൂന്തി എടുത്തങ്ങ് ഒട്ടിവെക്കാം. അതുകൊണ്ട് എല്ലാവരും എന്താ കരുതുന്നു വെച്ചാൽ ഇത് വലിയൊരു ലഡു തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കും. ഇപ്പോൾ ലഖൻപൂർ ഗ്രാമവാസികളും പുറത്തേക്കിറങ്ങി. ആദ്യം മരത്തിൽ കുത്തബ് മീനാർ ഉണ്ടാക്കാൻ ആരംഭിച്ചു. ചന്ദൻപൂർ ഗ്രാമവാസികളും ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി, അതായത് വലിയ ലഡു ഉണ്ടാക്കാൻ. അങ്ങനെ ചന്ദൻപൂർ ഗ്രാമവാസികൾ വലിയൊരു മല പോലുള്ള ലഡു ഉണ്ടാക്കി. അത് കണ്ട് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. പക്ഷെ കുറച്ചു സമയം കൊണ്ട് ലഡുവിന് എന്ത് സംഭവിച്ചെന്നോ? കുറേശ്ശെയായി അത് പൊടിഞ്ഞു വീഴാൻ തുടങ്ങി. എന്താ പാചകം ഉണ്ടാക്കുന്ന ചേട്ടാ? നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ലഡു തന്നെ പൂജ ഉണ്ടാവുന്ന മുമ്പ് തന്നെ എല്ലാം പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. നാളെയുള്ള പൂജയിൽ എന്ത് ചെയ്യാൻ പറ്റും? എടാ നന്ദു, ഇയാളൊന്ന് എവിടുന്നാ കൊണ്ടുവന്നത് ഇങ്ങനത്തെ ഒരു പാചകക്കാരൻ? മുതലാളി, ഞാൻ ഇയാളെ സിറ്റിയിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. ഇയാൾ വളരെ ഒരു തിരമശാലിയുള്ള പാചകക്കാരനാണ് ഞാൻ കേട്ടത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ഇയാൾക്ക് ഒരു മര്യാദയ്ക്ക് ഒരു ലഡു പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഒരു പക്ഷേ ലഡു തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് എങ്ങനെയാണ് പൂജ ചെയ്യുക? ലഡു അല്ലാതെ ദൈവത്തിനടുത്തുനിന്ന് അനുഗ്രഹം കിട്ടില്ല, പിന്നെ മത്സരത്തിൽ നിന്ന് ജയിക്കാനും പറ്റില്ല. ഈ പ്രാവശ്യം ലഖൻപൂർ ആൾക്കാർ നമ്മളെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവരുടെ അടുത്ത് തന്നെയല്ലേ ഉണ്ടാവുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങളെ കൊണ്ട് ഒരു ജോലിയെങ്കിലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സ്വീറ്റ്സ് ചെയ്യുന്നവനെ കൂട്ടി വന്നു, അവനും അങ്ങനെ. ദേ നോക്ക്, നീ ആവശ്യമില്ലാതെ അടികൂടല്ലേ. എന്നെ ഒന്ന് ആലോചിക്കാൻ വിട്ടേക്ക്. ഇനി ഇങ്ങനെ ആലോചിച്ച എന്താ കാര്യം? വീണ്ടും ഒരു ലഡു ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ലല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി അത്ര നേരം സമയമില്ലല്ലോ. നമ്മളടുത്താണെങ്കിൽ പഞ്ചസാരയും ഇല്ല, പിന്നെ നെയ്യും ഇല്ലല്ലോ. ഗ്രാമവാസികളെല്ലാം വളരെ ദുഃഖത്തോടുകൂടി തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. ഈ പ്രാവശ്യവും ലഖൻപൂർ ആൾക്കാരാണ് ജയിക്കാൻ പോകുന്നത് നന്നായിട്ട് മനസ്സിലായി. വീണ്ടും നമ്മൾ വർഷം മുഴുവനായിട്ട് അവർക്ക് അടിമയായിട്ട് നിൽക്കണമെന്നാണ് തോന്നുന്നത്. പിറ്റേ ദിവസം ചന്ദൻപൂർ ഗ്രാമവാസികൾ ഉണർന്നെണീറ്റപ്പോൾ എന്ത് കണ്ടെന്നോ? അതായത് വളരെ വലിയൊരു ലഡു അവരുടെ ഗ്രാമത്തിലുള്ളത് കണ്ടു. അതിന്റെ മുകൾ ഭാഗം മേഘങ്ങളിൽ മറഞ്ഞിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ഗ്രാമവാസികളെല്ലാം ആഹ്ലാദഭരിതരായി. എന്റെ പൊന്നെ ചജ്ജു, നീ രാത്രിയോടായിട്ട് ഇത്രയും വലിയ ലഡു ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് പിന്നെ ഞാന് രാത്രി പോയിട്ട് നന്നായിട്ട് ഉറങ്ങിയും പോയി. അങ്ങനെ വെച്ചാൽ ഈ ലഡു ആരാണ് ഉണ്ടാക്കിയത്? അറിയില്ലല്ലോ. അപ്പോൾ ഗ്രാമവാസികൾക്കെല്ലാം മനസ്സിലായി, അതായത് ഈ ലഡു ഭഗവാന്റെ കരുണയെന്ന്. ഗ്രാമവാസികൾ എല്ലാവരും അവരുടെ കുലദൈവത്തിന്റെ പൂജയ്ക്ക് വേണ്ടിയും മത്സരത്തിനായും കാത്തിരുന്നു, അതായത് ഏത് ഗ്രാമമാണ് വിജയിക്കുകയെന്ന്.
ലഖൻപൂർ ഗ്രാമവാസികളും അവരുണ്ടാക്കിയ ലഡു ഭഗവാന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു 2 ലഡുവിന്റെ വലുപ്പവും. അവ രണ്ടും മേഘങ്ങൾ മറച്ചിരുന്നു. ഹോ, അങ്ങോട്ട് നോക്കൂ, ഞങ്ങളുടെ ലഡു കണ്ടില്ലേ എങ്ങനെ മിന്നുന്നുണ്ടെന്ന്. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ചന്ദൻപൂരിന് ആൾക്കാര് നമ്മുടെ ലഡു മിന്നുന്നത് കണ്ട് തന്നെ തോറ്റു പോകുന്നതാണ്. എന്താ മുതലാളി, ഈ പ്രാവശ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് റാം ലഖൻ. ചന്ദൻപൂരിന്റെ ലഡു ഈ ഗ്രാമത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ മിന്നുന്നത് വളരെ കുറവാണ്. അതേ മുതലാളി, ചന്ദൻപൂർ ഗ്രാമത്തിന്റെ ലഡുവിന്റെ വെളിച്ചം മൊത്ത ഗ്രാമമായിട്ട് പ്രകാശിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും പ്രകാശം അറിയുന്നില്ലല്ലോ. ഇവിടെ വരുന്ന എല്ലാ പ്രകാശമൊക്കെ ലഖൻപൂർ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലഡുവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ലഡുവിൽ നിന്ന് വെളിച്ചം വരുന്നത് നിങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ ഏതാണ് ജ്വലിക്കുന്നത് നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ, ആരുടെ ലഡു ആണ് ഏറ്റവും വലുതായിട്ടുള്ളതെന്ന്. നിങ്ങൾ പോയ പ്രാവശ്യം തോറ്റുപോയത് മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ വർഷവും ഇന്നും തീർന്നിട്ടില്ലെന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. തോറ്റുപോയ ഗ്രാമം ജയിക്കുന്ന ഗ്രാമത്തിൽ മുമ്പ് തന്നെ ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും സംസാരിക്കാൻ പാടില്ല. എല്ലാവരും ഭഗവാന് പൂജയും അർച്ചനയും ചെയ്തു. എന്നിട്ട് കാത്തിരുന്നു. അതായത് ഈ പ്രാവശ്യം ആർക്കാണ് ഭഗവാന്റെ ആശീർവാദം കിട്ടുകയെന്നുള്ളത്. കുറച്ചു സമയത്തിനുള്ളിൽ ലഖൻപൂർ ഗ്രാമത്തിന്റെ ലഡു കുറേശ്ശെയായി താഴേക്ക് വീണുടയാൻ തുടങ്ങി. അതിന്റെ 4 വശവും മരത്തിന്റെ തുണ്ടുകൾ മാത്രമായിരുന്നു. ഷെടാ, ഇവരുടെ ലഡു വലിയ കള്ളമാണല്ലോ. ഇത് മുഴുവനായിട്ട് മരത്തോണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. മേൽഭാഗത്ത് മാത്രമാണ് വെറും ലഡു ഉള്ളത്. അകത്തൊക്കെ വെറും മരക്കഷ്ണങ്ങൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ റാം ലഖൻ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് നിന്റെ എല്ലാ കള്ളത്രവും ഗ്രാമത്തെ മക്കൾ മുമ്പൊന്ന് വെളിച്ചം വന്നിരിക്കുന്നത്. എല്ലാ വർഷവും ഇതുപോലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്നത്. അതേ മുതലാളി, വലിയ വലിയ സംസാരമാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് ചെറിയ ലഡു ആണ് ഉണ്ടാക്കുന്നത്. ഇനിയുള്ള മൊത്തം വർഷവും ചന്ദൻപൂർ ഗ്രാമത്തിന് മുമ്പ് ഇവര് നാണമല്ലേ നിൽക്കേണ്ടത്. ഇതിന്റെ ഇടയ്ക്ക് വെളിച്ചം എങ്ങോട്ടാ വന്നെന്ന് വർത്താനം പറയാൻ വരെ. അപ്പോഴാണ് ആകാശത്തിൽ നിന്ന് ഇടി മുഴങ്ങുന്ന ശബ്ദം കേട്ടത്. എന്നിട്ട് ആകാശത്തിൽ നിന്ന് വളരെ വലിയൊരു പ്രകാശം നാനാപുറത്തും വന്ന് പതിച്ചു. അതിനുശേഷം ഒരു അശരീരി പോലെ ശബ്ദം വന്നു. കള്ളം കൊണ്ട് കുറെ വർഷങ്ങൾ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അത് എപ്പോഴെങ്കിലും ഒരു ദിവസം പൊട്ടിയേ പറ്റുള്ളൂ. ലഖൻപൂർ ജനങ്ങൾ എപ്പോഴും ചന്ദൻപൂർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ തൊട്ട് എല്ലാ വർഷവും ഏതൊരു മത്സരവും ഇല്ലാതെ ചന്ദൻപൂരാണ് ജയിക്കാൻ പോകുന്നത്. പിന്നെ എപ്പോഴും ലഖൻപൂർ ചന്ദൻപൂർ ഗ്രാമത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പണിയെടുത്തേ പറ്റുള്ളൂ. എന്റെ അനുഗ്രഹം എപ്പോഴും ചന്ദൻപൂർ ഗ്രാമത്തിനുണ്ടാവും. ഇനി എപ്പോഴും ഇതുപോലെ മത്സരം നടക്കാൻ പോകുന്നേയില്ല. നമ്മുടെ ദൈവത്തിന് നന്ദിയോ നന്ദി. ഇപ്പൊ എനിക്കൊരു നല്ല കാര്യം മനസ്സിലായി. എത്ര നമ്മൾ സത്യസന്ധതയോടെ ഒരു ജോലി ചെയ്യുന്നുണ്ടോ, അപ്പോ ആ ജോലി നമ്മൾ വിട്ടുപോകാൻ പോകുന്നില്ല. ഞങ്ങൾക്കും നിങ്ങളെ പോലെ തന്നെ കള്ളമായിട്ടുള്ള ലഡു ഉണ്ടാക്കാൻ പറ്റും. എന്നോട് ക്ഷമിക്കൂ പ്രതാപ്, ഞാൻ ദൈവത്തിന്റെ ഭക്തി വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മറന്നേ പോയി. ഈ തെറ്റ് ചെയ്തത് ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഇനി മുതൽ ലഖൻപൂർ ഗ്രാമം ചന്ദൻപൂർ ഗ്രാമം പറയുന്ന എല്ലാ കാര്യങ്ങളും സേവകൾ ചെയ്തു കൊടുക്കും. ഇല്ല റാം ലഖൻ, ഒരു പക്ഷേ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഞങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം മതിക്കാതെ പോലെ ഉണ്ടാവും. ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും സമം തന്നെയാണ്. ആരും വലുത് ചെറുതെന്ന് പറയാൻ പാടില്ല. നമ്മൾ എല്ലാവരും ചേർന്ന് ദൈവത്തിന് പൂജ ചെയ്തേക്കാം. ഇനി എല്ലാ വർഷവും നമ്മൾ ഇതൊരു മത്സരമായിട്ട് എടുക്കണ്ട, നമ്മൾ ഇതൊരു ഉത്സവമായിട്ട് എടുക്കാം. ഇനി നീ എന്ത് പറഞ്ഞാൽ ഞാൻ കേട്ടോളാം പ്രതാപ്. ഇനി മുതൽ 2 ഗ്രാമവും എപ്പോഴും ഒന്നിച്ചിരിക്കാം. ഇപ്പോൾ 2 ഗ്രാമവാസികളും ചേർന്ന് പരിസരത്തുള്ള മറ്റ് ഗ്രാമങ്ങളെ ചേർത്ത് തങ്ങളുടെ കുലദേവ പൂജയും വിരുന്നും നൽകാൻ ആരംഭിച്ചു. അതായത് 2 ഗ്രാമവും ഒന്നായി ചേർന്ന് കുലദേവ പൂജ ആഘോഷമായി നടത്തി. അങ്ങനെ ഇതുപോലെ ലഖൻപൂർ ഗ്രാമവും ചന്ദൻപൂർ ഗ്രാമവും ഒന്നായി ചേർന്നു. 2 ഗ്രാമവാസികളും ചേർന്ന് ഈ കുലദൈവ പൂജ വളരെ ആഘോഷമായി നടത്താൻ തീരുമാനിച്ചു. ആവശ്യമില്ലാതെ മത്സരങ്ങൾ നടത്തണ്ട എന്നും ഭക്തി പുരസരം ഒരു ഉത്സവം നടത്താമെന്നുമുള്ള തീരുമാനത്തിലെത്തി.